എന്താണ് സെറ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സെറയിലൂടെ നമുക്ക് റിവാർഡ് കിട്ടുന്നത്, സെറയിലൂടെ നമുക്ക് എങ്ങനെ നമുക്ക് വലിയ രീതിയിൽ ക്രിപ്റ്റോ കറൻസിയിലൂടെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് എല്ലാവരും ഒന്ന് നിങ്ങൾ വീഡിയോ ഓൺ ആക്കി ഇരിക്കുന്നവർ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേര് നമ്മളെ സൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പല ഭാഗങ്ങളിലുള്ള ആളുകൾ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്യുന്നവർ. ഓക്കെ, അല്ലാത്തവർ എന്ത് ചെയ്യുക, വീഡിയോ ഓഫ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നറിയാം മാർക്കറ്റിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസി. ഇപ്പൊ BTC മുതൽ 2009 നമ്മുടെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് വരുന്നത്. 2009 ശേഷം BTCക്ക് ശേഷം ഇന്ന് 10,000 കണക്കിന് ക്രിപ്റ്റോ കറൻസികൾ ഉണ്ട്. ക്രിപ്റ്റോ കറൻസികൾ ഒരു ഡിജിറ്റൽ ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയിനിലൂടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ അസറ്റ് ആണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഫിസിക്കൽ അസറ്റ് ആയിട്ട് ലാൻഡ് അതുപോലെ തന്നെ ഗോൾഡ് ഒക്കെ വാങ്ങി വെക്കുന്ന പോലെ നമുക്ക് ഡിജിറ്റൽ അസറ്റ് ആയിട്ട് വാങ്ങി വെക്കുന്ന ക്രിപ്റ്റോ കറൻസികളാണ്. നമുക്കറിയാം ഇന്ന് ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ 2009 വരുമ്പോൾ ചെറിയ ഒരു പ്രൈസിൽ ബിറ്റ്കോയിൻ വരുന്നത്. ഇന്ന് നമുക്കൊരു ബിറ്റ്കോയിൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 60 ലക്ഷം രൂപക്ക് മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബിറ്റ്കോയിന് പർച്ചേസ് ചെയ്യണം. ഇന്ന് നമുക്ക് ചിലപ്പോൾ പുതിയ ആളുകൾക്ക്, ഇന്ന് ഈ ഒരു ബിറ്റ്കോയിൻ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്കൊരു ബിറ്റ്കോയിൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ 60 ലക്ഷം രൂപക്ക് മുകളിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ചിൽ നിന്ന് ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിറ്റ്കോയിനെ പോലെ തന്നെ ഒരുപാട് ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ, എത്തേറിയം, സൊലാന, BNB, ഇങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് Web3 വാലറ്റ് വേണം, ടോക്കൺ പോക്കറ്റ്, അതേപോലെ തന്നെ മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, എന്ത് ചെയ്യുക, ഒരു Web3 വാലറ്റ് വേണം. ഈ ഒരു Web3 വാലറ്റിന്റെ 12 കീവേഡ് എല്ലാ ക്രിപ്റ്റോ അസറ്റ് ഹോൾഡ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, 12 വേർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫോൺ കംപ്ലൈന്റോ അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു 12 വേർഡാണ് വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വാലറ്റ് ഓപ്പൺ ചെയ്യാം. ടോക്കൺ പോക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാലറ്റ്. അപ്പൊ നമുക്ക് സെറ എങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് എല്ലാ ക്രിപ്റ്റോ കറൻസിയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസെൻട്രൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലാണ് നമ്മുടെ സെറ എന്ന് പറഞ്ഞ കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പാൻകേക്സ്വാപ്പ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലാണ് നമ്മളെ കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം, കോയിൻ പർച്ചേസ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ USDT വേണം. അതേപോലെ തന്നെ നിങ്ങൾ USDT ഒരു സർവീസ് ചാർജ് ആയിട്ട് BNB എന്ന് പറഞ്ഞ BNB ബ്ലോക്ക് ചെയിനിൽ ക്രിയേറ്റ് ചെയ്ത കോയിനാണ് നമ്മുടെ സെറ എന്ന് പറഞ്ഞ കോയിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ USDT വേണം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ USDT ജസ്റ്റ് USDT ടച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് എത്ര USDT ആണോ നമുക്ക് എത്ര എമൗണ്ടിനും, ഇപ്പോൾ ഇന്ത്യൻ പൈസ പറയുകയാണെങ്കിൽ 5,000 രൂപക്ക് 10,000 രൂപക്ക് നമുക്ക് എത്ര എമൗണ്ടിനും നമുക്ക് സെറ പർച്ചേസ് ചെയ്യാം. ഇതേപോലെ ഇപ്പൊ ഞാനൊരു $1,000 ആണ്, ഏകദേശം 1 ലക്ഷം രൂപ, ഇന്ത്യൻ പൈസ പറയാന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ. ഇന്ന് $1,000 നമുക്ക് 40 സെറ നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏത് Web3 വാലറ്റിൽ പാൻകേക്സ്വാപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, സെറ സേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെറ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ BNB നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ BTC വാങ്ങി ഹോൾഡ് ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് ഏത് ക്രിപ്റ്റോ കറൻസി പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സെറ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ Web3 വാലറ്റിൽ തന്നെ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുക, സെറ ഇന്നിപ്പോ സെറന്റെ മാർക്കറ്റ് റേറ്റ് ഏകദേശം $24 ആണ്. നാളെ സെറന്റെ വില $25 അല്ലെങ്കിൽ $26 ആകുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ സെല് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അവിടെ സെറന്റെ വില നിങ്ങൾ കുറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ ചെറിയ ലോസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്യുന്നവർ ഒരു ലോങ് ടൈം ആയിട്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നഷ്ടസാധ്യത വളരെ കുറവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രീ ആയിട്ട് ഇപ്പൊ നമുക്ക് മറ്റു ക്രിപ്റ്റോ, ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് സെറ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ സെറ വാങ്ങി വെക്കാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഇവിടെ കമ്പനി എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു നമുക്ക് അറിയാം, ഏതൊരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ വരുമ്പോഴും അവരുടെ കമ്മ്യൂണിറ്റി പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും, ഒരു ചില കോയിനുകളൊക്കെ എന്ത് ചെയ്യും, മൈനിങ് പ്രോഫിറ്റുകൾ തരും. അതേപോലെ തന്നെ എയർ ഡ്രോപ്പ് സിസ്റ്റങ്ങൾ തരും. അങ്ങനെ ഒരുപാട് സ്റ്റേക്കിംഗ് പ്രോഫിറ്റുകൾ തരും. അങ്ങനെ നമ്മൾ ഓരോ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ വരുമ്പോൾ അവരെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു അവസരമാണ് ഇന്ന് സെറ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ December 1, 2025 December 1 ഒഫീഷ്യൽ ലോഞ്ചിങ്ങിന് ശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഇന്ന് സെറ വേൾഡിൽ ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നോ അവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഒരു എയർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം, നമുക്ക് നമ്മുടെ ടോക്കൺ പോക്കറ്റിൽ തന്നെ സെറ കോയിൻ ഹോൾഡ് ചെയ്യാം. നമുക്ക് എനി ടൈം നമുക്ക് വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെല് ചെയ്യാം. അവിടെ നമുക്ക് യാതൊരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മറ്റു BNB വാങ്ങുന്ന പോലെ, സൊലാന വാങ്ങുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെല് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു
ഫ്രീ ആയിട്ട് റിവാർഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് ഒന്നും അറിയാത്ത ആളുകൾ, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലൊന്നും എക്സ്പീരിയൻസ് അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഏതൊരു സാധാരണക്കാരും ഏതൊരു ബിഗിനർക്കും എന്ത് ചെയ്യുക, ഇതിലേക്ക് ക്രിപ്റ്റോയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ നിങ്ങൾക്ക് ഒരു ലിങ്ക് തന്നിട്ടുണ്ടാവും, ഒരു അഫിലിയേറ്റ് ലിങ്ക്. ഈ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഡി ആപ്പിൽ, ഇപ്പൊ നമ്മൾ കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്3 വാലറ്റ് ആണ് ടോക്കൺ പോക്കറ്റ്. അപ്പൊ ഈ ഒരു ടോക്കൺ പോക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒരു അഫിലിയേറ്റ് ലിങ്ക് തന്നിട്ടുണ്ടാവും. ഓൾറെഡി ഞാൻ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അവിടെ നിങ്ങളുടെ ലോഗിൻ ചെയ്യാൻ, നിങ്ങളെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പൊ എന്റെ വാലറ്റ്. ഇവിടെ ടോട്ടൽ സെറ എന്ന് പറഞ്ഞ ഈ ഒരു 795 സെറ ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് അതിന്റെ വാല്യൂ ഞാൻ പല സമയങ്ങളായിട്ട്, അതായത് $1 മുതൽ കഴിഞ്ഞ നമ്മളെ മാർക്കറ്റ് ഒരു $18 അടുത്ത് വന്നിരുന്നു. ആ സമയത്തടക്കം ഞാൻ പല സമയങ്ങളായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഒരു 795 സെറ കോയിന്റെ ടോട്ടൽ കറന്റ് വാല്യൂ ആണ് $19,056 ആണ് ഇന്ന് USDT വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് കിട്ടുന്നത്. ഇതിപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ എയർ ഡ്രോപ്പ് ആണ്. 160 സെറ ടോക്കൺ സെറ കോയിൻ ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് കിട്ടിയ കോയിൻ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യുക, ഒരു വാലറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ നേരത്തെ ഞാൻ പർച്ചേസ് ചെയ്ത കോയിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ തന്നെ ടോപ്പ് ഡീസെൻട്രൈസ്ഡ് ആയിട്ടുള്ള ഡെഫി ലോക്കർ എന്ന് പറഞ്ഞ പിങ്ക് ലോക്ക് അല്ലെങ്കിൽ പിങ്ക് സെയിലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോക്ക് സെറ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് 30 ദിവസം മുതൽ 720 ദിവസം വരെ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് തരും. നിങ്ങൾ എത്ര ദിവസത്തിനാണോ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 ദിവസം മുതൽ 720 ദിവസം വരെ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. അപ്പൊ നേരത്തെ ഞാൻ പർച്ചേസ് ചെയ്ത $1000 ഏകദേശം 1 ലക്ഷം രൂപക്ക് 40 സെറയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 40 സെറ എന്ന എമൗണ്ടിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്യുന്നത് പിങ്ക് ലോക്കിൽ ലോക്കാവും. ഈ പിങ്ക് ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓൺ ലോക്കറാണ്. ഇപ്പൊ നമ്മൾ അറിയാം, നമ്മളിപ്പോ ഗോൾഡ് ഒക്കെ ഒന്നുകൂടി നമ്മൾ വീട്ടിൽ വെക്കുന്നതിലേറെ സേഫ് ആണ് ബാങ്കിൽ വെക്കുമ്പോൾ. അതേപോലെ നിങ്ങൾക്ക് എല്ലാ ക്രിപ്റ്റോ കറൻസികളും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ കയ്യിൽ BNB ഉണ്ടെങ്കിലും എത്തേറിയം ഉണ്ടെങ്കിലും സൊലാന ഉണ്ടെന്നുണ്ടെങ്കിലും ഏത് ക്രിപ്റ്റോ കറൻസിയും നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസെൻട്രൈസ്ഡ് വേൾഡിലെ ലാർജസ്റ്റ് നമ്പർ 1 ഡെഫി ലോക്കർ ആണ് പിങ്ക് ലോക്കർ. ഈ ഒരു പിങ്ക് ലോക്കറിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീരീഡിന് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം. അവിടെ ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് റിവാർഡ്. കാരണം നമ്മളെ ലോക്കറിലാണ് എന്ത് ചെയ്യുന്നത്, കോയിൻ ലോക്ക് ചെയ്യുന്നത്. ആ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ, അപ്പൊ നിങ്ങൾ 360 ഡേയ്സിനാണ് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് 360 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് അൺലോക്ക് ചെയ്ത് നമ്മുടെ ഓൺ അസറ്റിലേക്ക് തന്നെ, കാരണം നമ്മളുടെ ലോക്കറിലാണ് ചെയ്യുന്നത്, നമ്മുടെ ടോക്കൺ പോക്കറ്റിന്റെ അസറ്റിലേക്ക് തന്നെ റേ ആയിട്ട് നമ്മളെ അന്നത്തെ അൺലോക്ക് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ അസറ്റിൽ വരും. അന്നത്തെ മാർക്കറ്റ് റേറ്റിന് നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് റീസ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അതോടുകൂടി വീണ്ടും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ചെയ്യും. നമുക്ക് മാക്സിമം ഇത് നമുക്ക് എയർ ഡ്രോപ്പ് ഒരു ലൈഫ് ലോങ് ടൈം നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. ഇവരുടെ ടോട്ടൽ സപ്ലൈ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ സെറ എന്ന് പറഞ്ഞ കോയിന്റെ ടോട്ടൽ സപ്ലൈ 3,10,00,000 കോയിൻ ആണ്. നമ്മുടെ സെറ എന്ന് പറഞ്ഞ കോയിന്റെ ടോട്ടൽ സപ്ലൈ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയുന്നുണ്ടാവും. നമ്മളെ AVE.ai എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങളെ ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ടോട്ടൽ സപ്ലൈ 3,10,00,000 കോയിൻ ആണ്. അതിന്റെ 88.31% നമ്മുടെ പിങ്ക് ലോക്കറിലാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പിങ്ക് ലോക്കറിലാണ് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ സപ്ലൈയുടെ 88.31% ലോക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് 10.99% കോയിനും ബേൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സപ്ലൈ കുറക്കാൻ വേണ്ടിയിട്ട്, ഏതൊരു കോയിന്റെയും ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തിട്ട് 10.99% ബേണിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ പാൻകേക്ക് സ്വാപ്പിലൊക്കെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ബൈയും സെല്ലും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 3%ന്റെ 50% കോയിനാണ് ബേണിംഗിലേക്ക് പോകുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം 1 കോടി കോയിനോളം ഈ ഒരു എയർ ഡ്രോപ്പ് കംപ്ലീറ്റ് ആവുന്നതിന്റെ ആ സമയം വരെ നമുക്ക് എന്ത് ചെയ്യും, ബേണിംഗ് നടന്നുകൊണ്ടേയിരിക്കും. എക്സ്ചേഞ്ചിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ബേണിംഗ് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ 1 കോടി കോയിനും ബേൺ ചെയ്ത് കളയും.
ബാക്കി മാർക്കറ്റിലേക്ക് വരുന്ന സപ്ലൈ 2,10,00,000 ടോട്ടൽ സപ്ലൈ വരുന്നത് 2,10,00,000 കോയിൻ മാത്രമേ ഉള്ളൂ വേൾഡ് വൈഡ്. ഇപ്പൊ നമുക്കറിയാം ബിറ്റ് കോയിന്റെ സെയിം സപ്ലൈ ആണ് നമ്മളെ സെറ എന്ന് പറഞ്ഞ കോയിനും. അപ്പൊ ബിറ്റ് കോയിൻ കഴിഞ്ഞ 2009 50 പൈസ 60 പൈസ ഉള്ള റേറ്റിൽ ഇന്ന് ബിറ്റ് കോയിന്റെ, അപ്പൊ ഇതുപോലെ നമ്മളെ സെറ എന്ന് പറഞ്ഞ കോയിൻ ഒരുപാട് എക്കോസിസ്റ്റങ്ങളും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് വലിയ രീതിയിലെ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ സെറയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഈ ഒരു കോയിന്റെ ഫ്യൂച്ചറിലെ റേറ്റ് അതുപോലെ തന്നെ ഒരുപാട് എക്സ്ചേഞ്ചുകളിൽ നമ്മളെ കോയിൻ അടുത്ത വരും വർഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക സെറ കളക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ലോക്ക് ചെയ്യുന്ന സെറക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എയർ ഡ്രോപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം. നമുക്കൊരു അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ലിങ്ക് തന്ന പോലെ നിങ്ങൾക്കും വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമല്ല. നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാവും. ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് ഇവിടെ മൈ റെഫറൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ Web3 വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഡി ആപ്പിൽ ഈ ലിങ്ക് വഴി എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പറയാം. നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് നിങ്ങൾ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് ഇപ്പൊ എക്സാമ്പിൾ അവർ എത്ര ദിവസമാണ് സ്റ്റേക്ക് ചെയ്യുന്നത്, അവരൊരു 360 ദിവസമാണ് അവർ സ്റ്റേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും 20%, അതായത് അവർക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിന്റെ 20% അവർ എത്ര ദിവസം അവർ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടോ അത്രയും ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മെമ്പേഴ്സിനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ എത്ര ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര റിലേറ്റീവ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെറ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യും അവരുടെ എക്സ്ചേഞ്ചിൽ നിന്ന് കോയിൻ പർച്ചേസ് ചെയ്ത് അവരുടെ ഓൺ ലോക്കറിൽ ലോക്ക് ചെയ്യുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ സപ്ലൈയുടെ 56% നിന്നാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പ് റിവാർഡ്. അങ്ങനെ അവര് ടീം ഡെവലപ്പ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ജനറേഷൻ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ 20 ജനറേഷൻ വരെ നിങ്ങൾക്ക് ഇവിടെ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഒരുപാട് പേര് ഇന്ന് ഇന്ത്യയിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തും ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രീ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ട് ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% ആയിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. അങ്ങനെ എയർ ഡ്രോപ്പ് 15 to 2% വരെ 20ാമത്തെ ജനറേഷനിൽ നിങ്ങൾക്ക് 2% വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് അടുത്ത ഒരു വരുമാനം നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മികച്ച ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന് കമ്പനിയുടെ X5 എന്ന് പറഞ്ഞ റാങ്കിൽ നിൽക്കുന്ന ഇന്ന് ഒരുപാട് പേര് കേരളത്തിലെ ഒരുപാട് പേര് അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് പേര് പല X1 മുതൽ X7 വരെ ഇന്നിവിടെ റാങ്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു റാങ്ക് ഇൻകം ഇവിടെ ഏറ്റവും മികച്ച ഒരു ഇൻകാണ് റാങ്ക് ഇൻകം. നിങ്ങൾക്ക് വലിയൊരു ടീം ഉണ്ടാവും. നിങ്ങൾ ആ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മിനിമം നിങ്ങൾ $200 ഇവിടെ നമുക്ക് ലെവൽ ഇൻകത്തിന് ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾക്ക് മിനിമം നിങ്ങൾ 5 പേരെ സ്പോൺസർ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് റഫറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെവൽ ഓപ്പൺ ചെയ്താൽ മതി. രണ്ടാമത്തെ റഫറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 2 റഫറിൽ മിനിമം നമ്മളെ ഡയറക്റ്റ് സ്പോൺസറിംഗിൽ 2 ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലെവലിൽ നിന്ന് വരെ നിങ്ങൾക്ക് 5 ജനറേഷൻ വരെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 5 ഫ്രണ്ട്സിനെ നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ പേഴ്സണൽ സ്റ്റേക്കിംഗ് ഓരോ നിങ്ങൾക്ക് ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഓരോ ജനറേഷൻ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം 50ന്റെ മൾട്ടിപ്പിൾ നിങ്ങളെ പേഴ്സണൽ സ്റ്റേക്കിംഗിൽ വേണം. അങ്ങനെ $1000 വെർത്ത് ആയിട്ടുള്ള സെറയും അതുപോലെ തന്നെ 5 ഡയറക്റ്റ് നിങ്ങളെ ഫ്രണ്ട്സിനെ നിങ്ങൾ സ്പോൺസർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ജനറേഷൻ വരെ നിങ്ങൾക്ക് ഇവിടെ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ റാങ്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5 പേരെ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് എത്ര പേരെ സ്പോൺസർ ചെയ്യാം ഒരു 5 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് സെറ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും നിങ്ങളുടെ പവർ ഗ്രൂപ്പ്, അതായത് ബിഗ് ഗ്രൂപ്പ്. അവിടെ നിങ്ങൾക്കൊരു 10,000 അതായത് ഒരു $10 ലക്ഷം ബിസിനസ്സും
പിന്നെ ബാക്കിയുള്ള ഒരു 4 പേര് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അവരിലൂടെ ഒരു $3000, അതായത് 3 ലക്ഷം രൂപയുടെ ബിസിനസ്സും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ X1 എന്ന് പറഞ്ഞ റാങ്ക് ക്വാളിഫൈ ആവും. ആ X1 എന്ന് പറഞ്ഞ റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 20% കിട്ടുന്നുണ്ട് നിങ്ങളെ ഫസ്റ്റ് ലെവലില്. അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാ ജനറേഷനും അൺലിമിറ്റഡ് ഡെപ്ത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10% അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് റാങ്ക് ബോണസ് കിട്ടും. ഇതാണ് ഏറ്റവും വലിയ ഇൻകം. ഈ സെറ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റിൽ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയൊരു ഇൻകം ഈ റാങ്ക് ബോണസ് ആണ്. കാരണം നമുക്ക് ലെവലിംഗ് ആണെങ്കിൽ അവിടെ ഒരു 20 ജനറേഷൻ മാത്രം അല്ലെങ്കിൽ 20 ലെവലിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടുക. ഇവിടെ നിങ്ങൾ റാങ്ക് ബോണസിൽ നിന്ന് അൺലിമിറ്റഡ് ഡെപ്ത് വരെ നിങ്ങൾക്ക് ഇൻകം കിട്ടും. അപ്പോൾ ഏറ്റവും നിങ്ങൾ ഇതൊരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യുക. ഇന്ന് നിങ്ങൾ X1 എന്ന് പറഞ്ഞ റാങ്ക് ആണെങ്കിൽ അടുത്ത X2 എന്ന് പറഞ്ഞ റാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് X9 വരെ റാങ്ക് ഉണ്ട്. രണ്ടാമത്തെ റാങ്ക് ആണ് X2. അവിടെ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേക്കിങ്ങിൽ $500 വെർത്ത് ആയിട്ടുള്ള സെറ, അതുപോലെ തന്നെ $30,000 നിങ്ങളെ പവർ ഗ്രൂപ്പ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സിന്റെ ലെഗിൽ നിന്നും അവരുടെ ടോട്ടൽ ടീം അടക്കം $30,000 ബിസിനസ്സും ബാക്കി എല്ലാ ഫ്രണ്ട്സിലൂടെയും അവരുടെ ടീമിൽ നിന്നും ഒരു $10,000 ബിസിനസ്സും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ X2 എന്ന് പറഞ്ഞ റാങ്ക് ആവും. അവിടെ X2 എന്ന് പറഞ്ഞ റാങ്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ 15%. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു കമ്മീഷൻ ലിമിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ടീമിൽ നിന്ന് വരുമാനം, ഇപ്പോൾ ഒരു റാങ്ക് ഹോൾഡർ അല്ലാത്ത ആൾക്ക് എന്ത് ചെയ്യും, 2x ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ടീം ഡെവലപ്പ് ചെയ്ത് റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന റാങ്ക് നിന്ന് വരുന്ന ഇൻകവും, അതുപോലെ തന്നെ നിങ്ങളെ 20 ജനറേഷനിൽ നിന്ന് വരുമാനവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 3x ആയിട്ട് മാറും. നമ്മുടെ എയർ ഡ്രോപ്പിന് യാതൊരു ലിമിറ്റേഷനും ഇല്ല. നിങ്ങൾ എത്ര ദിവസമാണോ നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത് അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എയർ ഡ്രോപ്പ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ റാങ്ക് ബോണസും അതുപോലെ തന്നെ ലെവലിംഗും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു ദിവസം മാർക്കറ്റിലേക്ക് വരുന്ന എയർ ഡ്രോപ്പ്, ഫ്രീ ആയിട്ട് വരുന്ന എയർ ഡ്രോപ്പ് 17,425 കോയിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് ഒരു ദിവസം മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന എയർ ഡ്രോപ്പ്. അടുത്ത സെപ്റ്റംബർ 1 എന്ത് ചെയ്യും, പുതിയ പൂൾ ഓപ്പൺ ആവും. അന്ന് ഒരു ദിവസം മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സപ്ലൈ, എയർ ഡ്രോപ്പ് ആയിട്ട് ഇറങ്ങുന്ന സപ്ലൈ 22,525 കോയിൻ ആയിരിക്കും ഒരു ദിവസം മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇന്നിപ്പോ നമ്മുടെ ടോട്ടൽ ഹോൾഡേഴ്സ് ആണിത്, ഏകദേശം 1,12,269 പിങ്ക് ലോക്കിൽ ഹോൾഡ് ചെയ്ത വാലറ്റുകളാണ്, ഹോൾഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ടോക്കൺ പോക്കറ്റിന്റെ പുറത്ത് ഹോൾഡ് ചെയ്യുന്ന ചെറിയൊരു മൈന്യൂട്ട് സെറ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ടോട്ടൽ അൺലോക്ക് ഹോൾഡേഴ്സ് 16,825 ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബേൺ ചെയ്ത് പോയ കോയിനാണ്. ഏകദേശം 34 ലക്ഷത്തിന് സംതിങ് കോയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബേൺ ചെയ്ത് പോയിട്ടുണ്ട് നിലവിൽ സപ്ലൈന്ന്. അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിലും നമുക്ക് എത്ര കോയിൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ VIP ലോഞ്ച് യൂസ് ചെയ്യുന്ന മെമ്പേഴ്സ്, ഗെയിം കളിക്കുന്ന മെമ്പേഴ്സ്, അങ്ങനെ നമുക്ക് ഏകദേശം 11ഓളം എക്കോ സിസ്റ്റങ്ങൾ ലൈവ് ആയിട്ടുണ്ട്.